ഇന്ന് കേരളത്തിൽ ഏറ്റവും നല്ല ബീച്ച് ഏതാണെന്ന് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല അഭിപ്രായങ്ങളായിരിക്കും പറയുന്നത്. ചിലർ പറയും കോവളം ബീച്ചാണ് ഏറ്റവും നല്ലത്, വർക്കല ബീച്ചാണ്, അതുപോലെ തന്നെ കോഴിക്കോട്ട് 6-7 ബീച്ചുകളുണ്ട്, അതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ കണ്ണൂരിലെ ബീച്ചാണ്, അല്ലെങ്കിൽ ആലപ്പുഴ ടൗണിലുള്ള ബീച്ചാണ്. പക്ഷേ ഇതൊന്നുമല്ല. നമ്മൾ ആലപ്പുഴ ടൗണിൽ നിന്ന് 11 കിലോമീറ്റർ അകലെ മാരാരിക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ മാരാരിക്കുളം ബീച്ചാണ് ഏറ്റവും നല്ല ബീച്ച് കേരളത്തിൽ. മറായി ബീച്ച് എന്നും പറയും. ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഏത് ബീച്ചിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഈ മാരാരിക്കുളം ബീച്ചിൽ പോയി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ അറ്റ്മോസ്ഫിയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ഷീണവും ഒന്നും തോന്നില്ല. നല്ല റിഫ്രഷ്മെന്റ് ആയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. മാരാരിക്കുളം ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് അവിടെ ക്രൗഡഡ് അല്ല. ഒരു പ്രത്യേക എനർജി ആയിട്ടേ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് പോരത്തുള്ളൂ. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നല്ലതാണെങ്കിൽ അത്രയും എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലഷർ ട്രിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മുടെ വേവ് ലെന്തുമായിട്ട് കറക്റ്റായിട്ട് ഉള്ള ആൾക്കാരെ വേണം നമ്മുടെ കൂടെ കൂട്ടാൻ. അല്ലെങ്കിൽ നമ്മൾ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഫുഡ്, ഇവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ഈ ബീച്ചിന്റെ സറൗണ്ടിങ്സിലൊക്കെ നല്ല ഒന്നാന്തരം ഹോട്ടൽസും റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പം ഒരു 1 ഡേ പ്ലഷർ ട്രിപ്പിനൊക്കെ പോകുന്നവർക്ക് മാരാരിക്കുളം ബീച്ചായിരിക്കും കേരളത്തിൽ വന്നാൽ ഏറ്റവും നല്ല ബീച്ച്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് മനോജ് ഫിലിം. ഈ ചാനലിൽ കൂടെ മെയിനായിട്ട് ഞാൻ ടെക്നോളജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ട്രാവലിങ്ങിനെ പറ്റിയും സൈക്കോളജി ത്രൂ അസ്ട്രോളജി, ഈ 3 ഏരിയയിലാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും ചെയ്യുക. അതനുസരിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇൻ ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. സീ യു സൂൺ.